കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 67 വർഷങ്ങൾ പൂർത്തിയാകുന്നു. കേരളത്തിൽ അന്ന് കേരള സർവകലാശാല എന്ന പേരിൽ ഒരു സർവകലാശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സർവകലാശാലയാണ് ഇന്നും മാതൃ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം കേരളത്തിൽ ഓരോ പ്രത്യേക വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 13 സർവകലാശാലകൾ കൂടി രൂപീകൃതമായി. കാർഷിക സർവകലാശാല, ഫിഷറി സർവകലാശാല, സംസ്കൃത സർവകലാശാല, സാങ്കേതിക സർവകലാശാല, നിയമ സർവകലാശാല എന്നിങ്ങനെ വിവിധ പേരുകളിൽ ആ പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെയുള്ള സർവകലാശാലകൾ രൂപീകൃതമായി. സർവകലാശാലകൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന, നിയമപരമായി സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ഏറ്റവും ഉന്നതമായ നിലയിൽ വഹിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച ഒരു നിയമത്തിലൂടെ സ്ഥാപിതമായ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഉന്നത അധികാര സമിതിയാണ്. സർവകലാശാലകൾക്ക് കാലോചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന സമിതിയാണ്. അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ചും പരീക്ഷാക്രമം സംബന്ധിച്ചും പരീക്ഷകളുടെ നടത്തിപ്പ്, മൂല്യനിർണ്ണയം തുടങ്ങിയവ സംബന്ധിച്ചും വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് കാലാകാലങ്ങളിൽ UGC എന്ന് പറയുന്ന ഈ സമിതി ഇന്ത്യയിൽ ആകമാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലർ നിയമനത്തിലും വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സർവകലാശാലകൾ ഇന്ത്യയിൽ ആകമാനം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു ഐകരൂപ്യവും ഗുണനിലവാരവും ഉണ്ടാവുകയുള്ളൂ. കാലോചിതമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. ഗവേഷണ പദ്ധതികൾക്കും മറ്റുമായി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം ഇന്ത്യയിൽ ആകമാനമുള്ള സർവകലാശാലകൾക്ക് നൽകുന്നത് ഈ UGC എന്ന് പറയുന്ന ഉന്നതാധികാര സമിതിയാണ്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകളും സ്വാഭാവികമായി പ്രവർത്തിക്കുന്നത് ഈ UGCയുടെ മേൽനോട്ടത്തിലാണ് എന്ന് പറയേണ്ടതായിട്ട് ഇല്ല. എന്നാൽ UGCയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം എന്ന വിഷയം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില നിയമങ്ങൾ കൂടി ഉണ്ടാക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കേരളത്തിലെ സർവകലാശാലകൾക്കെല്ലാം പ്രത്യേകമായി നിയമസഭ അംഗീകരിച്ച ആക്റ്റുകൾ പ്രാബല്യത്തിലുണ്ട്. എന്നാൽ ഈ ആക്റ്റുകളെല്ലാം തന്നെ UGCയുടെ പൊതു മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന കാര്യത്തിലും നിഷ്കർഷയുണ്ട്. UGCയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിലും സർവകലാശാല നിയമങ്ങൾ ഉണ്ടാക്കുവാനായി സാധ്യമല്ല. കേരളത്തിലെ പ്രത്യേക പരിതസ്ഥിതി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോഴുള്ള 14 സർവകലാശാലകൾക്കും പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിൽ തന്നെ ഏകരൂപ സ്വഭാവമില്ല എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ടതായ പ്രത്യേകത. ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സംബന്ധിച്ചുള്ള വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതിൽ നിന്ന് അല്പമൊക്കെ ഭിന്നമായിട്ടുള്ള വ്യവസ്ഥകളാണ് മറ്റു ചില സർവകലാശാലകളിൽ ഉള്ളത്. ഉദാഹരണമായി കേരളത്തിലെ നിയമ സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. എന്നാൽ ബാക്കി എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായി പ്രവർത്തിക്കുന്നത് ഗവർണറാണ്. ഇത് പൊതുവായി അംഗീകരിക്കപ്പെട്ട നിയമവും തത്വവുമാണ്. അതനുസരിച്ചാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ
ചെന്ന് പെട്ടിരിക്കുന്നതായ ഒരു പതനം ആരെയും വളരെയേറെ ഉത്കണ്ഠപ്പെടുത്തുന്നതും വളരെയേറെ ആശങ്കപ്പെടുത്തുന്നതുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ 9 സർവകലാശാലകളിൽ പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കുന്നില്ല. വൈസ് ചാൻസലർമാർ എല്ലാം താൽക്കാലിക ചുമതല വഹിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ 9 സർവകലാശാലകളിൽ ഉണ്ടായിട്ട് നാളുകളേറെയായി. ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് സർവകലാശാലകളുടെ പ്രവർത്തനം ആകെ താളം തെറ്റിയിരിക്കുന്നു. അതിൻ്റെ വികസനം ആകെ മുരടിച്ചിരിക്കുന്നു. കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുവാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കാതെ പോകുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾ ആകെ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സർവകലാശാല സംവിധാനത്തിൽ നിന്ന് പഠിച്ച് പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വളരെയേറെ ഇരുള് നിറഞ്ഞതാണ് എന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള സർവകലാശാലകളിൽ യഥാസമയം പ്രവേശനം നേടുന്നതിനോ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിനോ കഴിയാതെ വന്നിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ നല്ല ഒരു വിഭാഗം വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിരുദ പഠനത്തിനും ബിരുദാനന്തര പഠനത്തിനുമായി കേരളം എന്ന ഈ സംസ്ഥാനം ഉപേക്ഷിച്ചു പോകുന്നത്. ഇത് കേരളത്തിന് ഒരിക്കലും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയല്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠന സൗകര്യമില്ല എന്ന പേരിൽ കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് ഒരു സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്നതല്ല, മറിച്ച് അപമാനം ഉണ്ടാക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആരാണ് ഇതിൻ്റെ കാരണക്കാരെന്നതാണ് പ്രധാനമായി ആലോചിക്കേണ്ടതായ വിഷയം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് ചട്ടമനുസരിച്ച് ചാൻസലർക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്. ചാൻസലർ കൂടി ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു സമിതിയുടെ മേൽനോട്ടത്തിലാണ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനായിട്ടുള്ള സെർച്ച് സെലക്ഷൻ കമ്മിറ്റി കാലാകാലങ്ങളിൽ രൂപീകൃതമാകേണ്ടത്. അങ്ങനെയുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലർ എന്ന രീതിയിൽ ഗവർണറുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം, UGCയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം, അതാത് സർവകലാശാലകളുടെ സെനറ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം. അങ്ങനെ 3 അംഗ സമിതി നിർദ്ദേശിക്കുന്നതായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു പാനലിൽ നിന്നാണ് ചാൻസലർ സർവ്വയോഗ്യതകളും നോക്കിക്കൊണ്ട് വൈസ് ചാൻസലറെ നിയമിക്കുന്നത്. എന്നാൽ ഈ തരം സമിതികളുടെ രൂപീകരണമാകെ സർക്കാരിൻ്റെ നിസ്സഹകരണം മൂലം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ട് അവർക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റുകളോട് അവരുടെ പ്രതിനിധികളെ അയക്കുന്നതിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്ഥിതിയാണുള്ളത്. ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് സർവകലാശാലകളെ ഈ പതനത്തിലെത്തിയിരിക്കുന്നത്. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആളുകളെ സർവകലാശാലാ സമിതികളിൽ കുത്തിത്തിരുകി സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇത് അടിയന്തരമായി അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. സർക്കാരും ചാൻസലറും തമ്മിലുള്ള ഈ പോരാട്ടം, ഈ ഏറ്റുമുട്ടൽ, ഈ സംഘർഷം സർവകലാശാലകളുടെ സൽപ്പേരിനെ നശിപ്പിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇല്ലാതാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെയേറെ ആശങ്കയിലാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ഉത്തരവാദപ്പെട്ടതായിട്ടുള്ള ഗവൺമെൻറ് ഈ തരത്തിലുള്ള നിസ്സംഗത ഉപേക്ഷിച്ച് സൃഷ്ടിപരമായി സർവകലാശാലകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ചാൻസലറും ആ കാര്യത്തിൽ തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ കൊണ്ട് ചാൻസലർ ആകട്ടെ ഗവൺമെൻറ് ആകട്ടെ സർവകലാശാലാ സമിതികളെ നിറയ്ക്കാൻ ശ്രമിക്കുന്നത് അപലപനീയമാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അത് സംബന്ധിച്ചുള്ള വിവാദം ഇപ്പോൾ പന്തലിച്ചിരിക്കുകയാണ്.
കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റിലേക്ക് ചില ആളുകളെ നിയോഗിച്ചതിൽ കേരള സർവകലാശാലയിലേക്ക് സെനറ്റിലേക്ക് ചില ആളുകളെ നാമനിർദ്ദേശം ചെയ്തതിലൊക്കെ ബഹുമാനപ്പെട്ട ചാൻസലർ പക്ഷഭേദം കാട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപം പരക്കെ ഉണ്ടായിരിക്കുകയാണ്. ഗവൺമെൻറ് ആകട്ടെ അവരുടെ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളുകളെ കൊണ്ട് സമിതികളെ തിരികെ കയറ്റാനായി നിറയ്ക്കാനായി ശ്രമിക്കുന്നു. ചാൻസലർ ആകട്ടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികളെ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ രണ്ടിനും അറുതി വരുത്തിയെങ്കിൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലകൾ ഇന്ന് അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള വലിയ പ്രതിസന്ധിയിൽ നിന്ന് മോചനമുണ്ടാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക ദൂരീകരിക്കുന്നതിനും സാധിക്കുകയുള്ളൂ.